എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമുക്ക് നമ്മുടെ ഉള്ളിലെ ആത്മപ്രകാശത്തിൻ്റെ കഥ കേട്ടാലോ? ഒരു കാലത്ത് ഉള്ളിൽ വെളിച്ചം തേടി അലയുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ എല്ലാം ഉണ്ട്, എന്നാലും ഉള്ളിൽ എന്തോ ഒരു കുറവ്, ഒരു അസന്തുഷ്ടത. അവൻ പലരോടും ചോദിച്ചു, പല വഴികളും നടന്നു, വെളിച്ചം മാത്രം എങ്ങും കണ്ടില്ല. ഒരു ദിവസം അവൻ ഒരു ഗുരുവിൻ്റെ മുന്നിലെത്തി. ഗുരു അവൻ്റെ കയ്യിൽ ഒരു ദീപം കൊടുത്തു. ഒന്നും പറയാതെ അവൻ ചോദിച്ചു, ഇത് കത്തിക്കണോ? ഗുരു ശാന്തമായി പറഞ്ഞു, ഇത് നീ കത്തിക്കേണ്ട, നീ കണ്ണടക്കണം. അവൻ കണ്ണടച്ചു, ശ്വാസം ശ്രദ്ധിച്ചു. അവൻ്റെ ഹൃദയമിടിപ്പ് അവൻ അറിഞ്ഞു. അതാ അവിടെ വളരെ മൃദുവായ ഒരു ചെറുപ്രകാശം അവൻ്റെ തിരുനെറ്റിയിൽ പ്രകാശിക്കുന്നു. അത് ശബ്ദമില്ലാത്തതായിരുന്നു, ഭയമില്ലാത്തതായിരുന്നു, എണ്ണ തീരാത്തതായിരുന്നു. അപ്പോൾ അവൻ മനസ്സിലാക്കി, ഇത് തന്നെയാണ് ഞാൻ അന്വേഷിച്ച ആത്മപ്രകാശം. അന്നു മുതൽ പുറത്തെ ഇരുട്ടു വന്നാലും അവൻ കുലുങ്ങിയില്ല. കാരണം അവൻ ദീപം പിടിച്ചിരുന്നില്ല, അവൻ സദാ ദീപമായി മാറിയിരുന്നു. എല്ലാവർക്കും വഴി കാട്ടുന്ന ദീപമായി മാറിയിരുന്നു. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഉള്ളിലേക്ക് ഒന്ന് നോക്കൂ. അവിടെ ഇപ്പോഴും ഒരു വഴികാട്ടിയായി ഒരു ആത്മദീപം പ്രകാശിക്കുന്നുണ്ടോ? എല്ലാവർക്കും ഒരു വഴികാട്ടിയായി മാറാൻ ആ പ്രകാശത്തിന് സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ല എങ്കിൽ സദാ പ്രകാശമായി മാറാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. മൈൻഡ് ആർട്ടിസ്റ്റ് കൗൺസിലിംഗ് ആൻഡ് മെന്റൽ വെൽനസ്. താങ്ക് യു.